സത്യത്തിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാം, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു എന്താ പറയാ രീതിയിൽ മൂടി വെക്കാം, അല്ലെങ്കിൽ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതായത് കള്ളത്തെ പോലും നമുക്ക് വിലയ്ക്ക് വാങ്ങിയെടുക്കാൻ വരെ പറ്റും. അതായത് കള്ളം പറയാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ട് നമുക്ക് കള്ളം പറയിപ്പിക്കാം, അല്ലേ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സമയത്ത് ഇപ്പൊ ഹൻസിബയുടെ ഈ ഒരു സ്പീച്ച് നമ്മൾ കേട്ടല്ലോ, അവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. വളരെ കോൺഫിഡന്റ് ആയിട്ട്, വളരെ വ്യക്തമായിട്ട്, നല്ല ദൃഢതയോടെ, വളരെ കാര്യക്ഷമതയോടെ സംസാരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഹൻസിബയെ തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ ഹൻസിബയുടെ ഈ അമ്മയിലെ പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് രാവിലെ ഒരു സമയത്ത് റിപ്പോർട്ടർ ചാനലിൽ ഒരു വാർത്തയിലാണ്. അപ്പൊ അതിനകത്ത് പോലും ഹൻസിബ വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന, അതായത് ഹൻസിബയ്ക്ക് എതിരായി പ്രവർത്തിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാർ പല സമയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ പിന്നെ അവരുടെ ചാനലിലൂടെ അവർ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന സമയത്തും അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് ദൃഢമായിട്ട് പറയാൻ സാധിച്ചിരുന്നില്ല. ഒരുപാട് കള്ളങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു ചീട്ടുകൊട്ടായത്തിന്റെ മണ്ടയിലിരുന്നാൽ ഒന്ന് ഊതിയാൽ മതി, പടാതെ പുത്തം കൂടെ തറ വീഴും. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് ഹൻസിബ ഒന്ന് ഊതിയപ്പോഴത്തേന് ഫുള്ള് തകർന്ന് തരിപ്പണമായി. ഇതിനിടയ്ക്ക് തന്നെ ഹൻസിബയോട് പറഞ്ഞു എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ വന്ന് അവരവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കട്ടെ എന്ന്. ഹൻസിബയുടെ പ്രശ്നങ്ങൾ ഒരു പേഴ്സണലായിട്ട് മെസ്സേജായിട്ട് ശ്വേതാ മേനോൻ അയച്ചപ്പം നത്തിങ് ടു ഡു എനിത്തിങ് അമ്മ എന്നാണ് അവർ റിപ്ലൈ ചെയ്തതെന്ന് പറയുന്നു. അതിനുശേഷം ആ എക്സിക്യൂട്ടീവിൽ ഇരിക്കുന്നവർ തന്നെ ഹൻസിബയ്ക്ക് എങ്ങനെ നീതി കൊടുക്കാൻ, അതാണ് ബുദ്ധിയുള്ള പെൺകുട്ടികളോട് കളിച്ചാലുള്ള അനുഭവം. അതായത് ഹൻസിബ പറഞ്ഞു ജനറൽ മീറ്റിംഗിൽ മാത്രമേ അവർ അവരുടെ കാര്യങ്ങൾ പറയുന്നുള്ളൂ. എന്നിട്ട് അവരവരുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായി സംസാരിച്ചു. ഇന്ന് മാലാപാർവതി മാധ്യമങ്ങളോട് കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു സിംഗപ്പെണ്ണ്, അവരിനി ഏത് ലേവലിൽ പോകുന്നു പോലും പറയാൻ പറ്റില്ല, അത്രയും മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഹൻസിബ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഈ അമ്മ സംഘടനയിൽ പ്രവർത്തിക്കുന്ന മറ്റ് അംഗങ്ങൾ പോലും വളരെ കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്തും ഹൻസിബ അതുപോലെ മനസ്സിലാക്കിയിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞത്. കാരണം അത്രയും മിടുക്കിയായിട്ടുള്ള ഒരാളുടെ മുമ്പിൽ വന്ന് ദൃഢമായി സംസാരിക്കുന്ന ഒരാളുടെ മുമ്പിൽ കുറെ കള്ളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഒരു കൂട്ടമല്ല ഒരു സമൂഹം മൊത്തം നിന്നാലും അവർ പതറില്ല. അതാണ് ഹൻസിബ ഹസൻ. എനിക്ക് ഭയങ്കര ബഹുമാനവും ഭയങ്കര സ്നേഹവും തോന്നിയ ഒരു വ്യക്തിയും കൂടെയാണ്. അവരെ നേരിട്ട് അവരുടെ അനുഭവങ്ങൾ പോലും വ്യക്തമായി പറഞ്ഞിട്ട് പോലും അവിടെ സംഭവിച്ച പല രീതികളുണ്ട്. ഈ ലക്ഷ്മിപ്രിയയൊക്കെ എന്താണ് വന്ന് കടന്ന അലറി മാധ്യമങ്ങളുടെ എന്താണ് പറഞ്ഞത്, അവരോട് നമുക്കൊരു അവജ്ഞ തോന്നിയതല്ലാതെ ആർക്കെങ്കിലും അവരോട് ഒരു ബഹുമാനവും സ്നേഹവും തോന്നിയിട്ടുണ്ടോ? വളരെ പക്വതയോടെ വളരെ ശാന്തതയോടെ സംസാരിക്കുന്ന ഒരാളാണ് ഹൻസിബ. പക്ഷെ പറയേണ്ട വാക്കുകൾ വളരെ കൃത്യതയുള്ളതും ഷാർപ്പായിട്ടുള്ളതും വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും. അതിലെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നമുക്ക് ഇതിനകത്ത് 1-2 വീഡിയോസ് കൂടെ കണ്ടു നോക്കാം. അതിനകത്ത് ലാലേട്ടൻ എടുത്ത നിലപാടും എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം എടുത്ത നിലപാട് വളരെ കൃത്യമാണ്. എന്താന്ന് വെച്ചാല് ഹൻസിബ പറഞ്ഞാൽ എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാത്രമല്ല ഉള്ളൂ ആ കുട്ടിക്കെതിരായി സംസാരിക്കേണ്ടതുള്ളൂ. ടിനി ടോം എന്താണ്, എല്ലാ മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നു, എല്ലാ ആൾക്കാരെയും ഒരേ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ടിനി ടോം. അദ്ദേഹം അമ്മ സംഘടനയിൽ അല്ലെങ്കിൽ സിനിമാ സംഘടനയിൽ കിടന്ന് തോന്നിവാസങ്ങൾ കാണിക്കുമ്പോൾ മോൻ പുറത്ത് കിടന്ന് തോന്നിവാസം കാണിക്കുന്നു. ലക്ഷ്മിപ്രിയ കുറെ കിടന്ന് അലറി വിളിക്കുന്നു. ഇനി ദുബായിലെ ചരിത്രം എന്താണെന്ന് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. ആ ഫോട്ടോയുടെ പിന്നിലുള്ള രഹസ്യം എന്താണെന്നും അറിയാൻ സാധിച്ചിട്ടില്ല. അതറിഞ്ഞാൽ ഇപ്പോൾ ഉള്ള മാനോട് 10 കോടിക്ക് കേസ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. എന്തിനുള്ള മാനം കൂടെ നഷ്ടപ്പെട്ടാണ്. കോടതി അതിന്റെ തെളിവുകളും കാര്യങ്ങളും ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരമൊക്കെ തിരക്കഴിഞ്ഞാൽ നാണം കെട്ട് തലയിൽ തൂടിയിട്ടുണ്ട് ഓടേണ്ടി വന്നേനെ. പിന്നെ നീനാക്കുറുപ്പ് പറയണ്ടല്ലോ. പിന്നെ ആരാ, ശ്വേതാ മേനോൻ. ഒരു കഥയില്ല, ഒന്നും മലയാളം ചോദ്യം പോലും പറയാൻ അറിയാമത്തവരെ ഒക്കെ കൊണ്ടുവന്ന് ഇത്രയും വലിയൊരു പദവിയിലൊക്കെ ഇരുത്തിയാലുള്ള അവസ്ഥ ഇതാണ്. ഒന്നുമില്ല. എന്ത് തന്നെയായാലും ഹൻസിബ പൊളിച്ചടുക്കി എന്ന് തന്നെ വേണം പറയാം. അടിപൊളിയായിരുന്നു. എനിവേ അവർക്ക് ഇനി നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുമാത്രമല്ല അമ്മ സംഘടന എന്നുള്ള പ്രശ്നത്തിലൊരു താൽക്കാലിക മുക്തിയും കൂടെ കിട്ടിയിരിക്കുകയാണ്. ഈ അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മോശമായ രീതിയിലാണ് സംസാരിച്ചും പറഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ രമേശ് പിഷാരുടെ പുതിയ ഒരു ചെറിയ മീറ്റിങ്ങോട് ചുമതല കയറ്റം നടന്നു എന്നറിയുന്നു. ചുമതല കയ്യേറ്റമല്ല, ചുമതല ഏറ്റെടുത്തു. പുള്ളിയുടെ താൽക്കാലികത്തിന് ഒരു 4 മാസത്തേക്കിന്. പുള്ളിക്ക് പുറത്തുള്ള കാര്യങ്ങൾ തന്നെ പാലക്കാടിലെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ സമയമില്ലാതിരിക്കുന്ന സമയത്ത് എന്തായിക്കോട്ടെ, എന്തായാലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ളത് വളരെ മനോഹരമായി തന്നെ പുള്ളി കൈകാര്യം ചെയ്യുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വലിയൊരു അടുത്ത മീറ്റിംഗ് വരും. അതിന് ശേഷം ഇലക്ഷൻ നടക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ യങ്സ്റ്റേഴ്സ് വരട്ടെ,
യങ്സ്റ്റേഴ്സ് ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾ മാത്രം തലപ്പത്തിരുന്നുണ്ട്, ബാക്കി എല്ലാവരും യങ്സ്റ്റേഴ്സ് തന്നെ കൈകാര്യം ചെയ്യട്ടെ. പൃഥ്വിരാജിനെ പോലെയൊക്കെയുള്ള നല്ല ആൾക്കാരൊക്കെ മുന്നോട്ട് വരട്ടെ. പുള്ളിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിക്കുന്ന വ്യക്തികളാണ്. ഉണ്ണി മുകുന്ദൻ, പിന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തികളൊക്കെ, അവരെയൊക്കെ കൊണ്ടുവന്ന് മീറ്റിംഗിന്റെ തലപ്പത്തിരുത്തട്ടെ. ആസിഫ് അലി അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വളരെ വ്യക്തമായി സംസാരിക്കുന്നവരല്ലേ, അവരൊക്കെ ഇരുത്തിട്ട് ഇനി നിങ്ങളൊക്കെ കുറച്ചൊന്ന് മാറിക്കൊടുക്കൂ. ഇപ്പോഴും എനിക്ക് തന്നെ സീറ്റ് വേണമെന്ന് പറഞ്ഞ് കടിച്ചു പിടിച്ച് തൂങ്ങി കിടക്കാതെ കുറച്ചുപേരൊന്ന് മാറിക്കൊടുക്കൂ.